ബാംഗ്ലൂരുവിൽ മലയാളിയായ കേന്ദ്ര സർക്കാർ ജീവനക്കാരി റോഡിലെ കുഴി കാരണമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുകയാണ്. സ്വന്തം കാരണത്താൽ അല്ലാണ്ട് ഇത്തരത്തിൽ മരിക്കുന്ന യുവതലമുറയിലെ പലരോടും വളരെയധികം സ്നേഹവും വളരെയധികം ക്ഷമയുമാണ് അവിടെയുള്ളവരെല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ഈ മരണവുമായി ആസ്പദമാക്കി ഇതിന്റെ സംഭവത്തിൽ റോഡിലെ കുഴി കാരണമാണെന്നും റോഡിലെ ശോചനാവസ്ഥയെക്കുറിച്ച് തന്നെ കടുത്ത പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നു. അനന്തനഗറിൽ ബുധനാഴ്ച വൈകുന്നേരം മെഴുകുതിരി കത്തിച്ച് നടത്തിയ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. യുവതിയുടെ ദാരുണമായ മരണത്തിന് കാരണം ചന്തപുരം മുനിസിപ്പൽ കൗൺസിലിന്റെ ഗുരുതരമായ അനാസ്ഥയാണെന്ന് പ്രതികരിച്ചായിരുന്നു ആരോപണമെല്ലാം രംഗത്തെത്തിയത്. ഇലക്ട്രോണിക് സിറ്റിയിലെ തന്നെ ഹെബ്ബാഗോഡിയിൽ ബുധനാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സിനിമാ ലോകത്തെയും പ്രവാസ ലോകത്തെയും നടുക്കിയ അപകടം നടന്നത്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള EPF ജീവനക്കാരിയും മലയാളിയുമായ മേധ ആകർഷ് ആണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. മേധയ്ക്ക് 32 വയസ്സായിരുന്നു. സുഹൃത്തിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ ഓഫീസിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു മേധയ്ക്ക് ജീവൻ നഷ്ടമായത്. റോഡിലെ വലിയ കുഴിയിൽ ചാടാതിരിക്കാൻ മേധ സഞ്ചരിച്ച വാഹനത്തിന് തൊട്ടു പിന്നിൽ പോയ കാറ് പെട്ടെന്ന് ബ്രേക്ക് ഇടുക ചെയ്യുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്ര വാഹനത്തിൽ നിന്നും മേധ റോഡിലേക്ക് തെറിച്ചു വീണു. ഈ സമയം തൊട്ടു പിന്നാലെ വന്ന ചരക്ക് ലോറി യുവതിയുടെ ശരീരത്തിൽ കയറി ഇറങ്ങുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മേധ തൽക്ഷണം മരണപ്പെടുകയും ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ അപകടം പ്രദേശവാസികളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. തദ്ദേശ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയ നാട്ടുകാർ അനേകർ MLA ശിവണ്ണയ്ക്കെതിരെയും കടുത്ത അമർഷം രേഖപ്പെടുത്തി. MLAയും നഗരസഭാ അധികൃതരും അതിനേക്കാൾ താലൂക്ക് റെസ്പോൺസിബിൾ സിറ്റി ഫോറം പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഈ റോഡിൽ തന്നെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് വർഷങ്ങളായെന്ന് മരണപ്പെട്ട യുവതിയുടെ സുഹൃത്തും മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് ചന്തപുരം മുനിസിപ്പൽ അധികൃതർ പ്രതിരോധത്തിലായി. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ വകുപ്പുകളുടെയും അടിയന്തര യോഗം ഉടൻ തന്നെ വിളിച്ചു ചേർക്കാമെന്നും മുനിസിപ്പൽ അധികൃതർ നാട്ടുകാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. റോഡുകളിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണമെന്നും മേധയുടെ മരണത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാരുടെ പ്രധാന ആവശ്യം തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പലരുടെയും ജീവനെടുത്ത സംഭവമായി തന്നെ ഈ റോഡിലെ ഈ സംഭവം മാറുന്നുണ്ട്. പലപ്പോഴും പലർക്കും അപകടം നടന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികളടക്കം പലരും ഇവിടേക്ക് എത്തിയതാണ്. എന്നിട്ടും ഇതൊക്കെ തന്നെ സംഭവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത വേദനയാണ് കാണിക്കുന്നത്. ഓരോ തവണയും ഇത്തരത്തിൽ അപകടം സംഭവിക്കുമ്പോൾ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തി തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. എന്നാൽ മേധയ്ക്ക് അപകടം സംഭവിച്ചപ്പോൾ തൽക്ഷണം മേഘ മരിക്കുകയായിരുന്നു. മേധയുടെ മരണം ഇപ്പോൾ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് എന്നുകൂടി ഒന്നുകൂടി പറയാൻ സാധിക്കും. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്.